Cuba, que viva Cuba. Cuba para siempre. Cuba, que viva Cuba. Cuba para siempre. Cuba para siempre. Cuba para siempre. Cuba, Cuba, que viva Cuba. Cuba para siempre. ഈ വണ്ടി ഒരു മലയാളി ഓൺ ചെയ്തെങ്കിലും ഈ വണ്ടി ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. നമ്മളിവിടെ മാധവ് ബ്രോ ഉണ്ട്. വെൽക്കം. ബ്രോയുടെ വണ്ടിയുടെ ഓണർ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ബ്രോ എന്നാണ് ഈ വണ്ടി ആദ്യമായിട്ട് എടുക്കുന്നത്? ഞാൻ 2020 മാർച്ചിലാണ് വണ്ടി ഡെലിവറി എടുത്തത്. അപ്പോൾ എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളെ ഇതിൻ്റെ അതേ പെട്രോൾ വേരിയൻ്റ് ഉണ്ടായിരുന്നു. ഒപ്പിൽ 1.8 TS ആയിട്ട് എന്നിട്ട് CLA 200D എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് രണ്ടും ഓടിച്ചപ്പോൾ ഒരു ടോർക്ക് ഫീൽ ചെയ്തില്ല, ഒരു ഡ്രൈവിംഗ് പ്രഷർ എനിക്ക് കിട്ടിയില്ല പേഴ്സണലി. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിപ്പിച്ചപ്പോൾ എനിക്ക് വന്നിട്ട് ഭയങ്കര വാട്ട് ഇസ് ദാറ്റ് കോൾഡ്, ദാറ്റ് ടോർക്ക്, ദാറ്റ് adrenaline, everything was felt. So that's one of the major reasons why I chose this diesel engine. It's economical as well. So നല്ല എക്കണോമി ഉണ്ട്, നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്, മൈലേജ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം പ്രാക്ടിക്കലാണ് വണ്ടി. അത്യാവശ്യം ടോക്കിയാണ്, പവർഫുൾ ആണ്. ഫ്രം പോയിന്റ് A to B ഇറ്റ് ജസ്റ്റ് പുഷസ്. അപ്പോൾ ബ്രോ എടുത്തു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് മൂഡ് ചെയ്യുന്നത്? ഫസ്റ്റ് എനിക്ക് വന്നിട്ട് വണ്ടിയുടെ ഒരു ട്യൂൺ ആവശ്യമായിരുന്നു. ട്യൂൺ ലൈക്ക് റീമാപ്പിംഗ്. ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്ത ഓപ്ഷൻ ട്യൂണോട്രോണിക്സ് ആയിരുന്നു. പേഴ്സണലി എനിക്ക് ആ മാപ്പ് അത്ര ഇഷ്ടപ്പെട്ടില്ല. മാപ്പ് ഇട്ടപ്പോഴും അത്ര പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ വേറെ ഓപ്ഷൻ ഞാൻ സീക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ മാപ്പ് ഞാൻ മാറ്റാനുള്ള ഒരു പ്ലാനിലായിരുന്നു. സോ അപ്പോഴാണ് ഞാൻ വുൾഫ് പെർഫോമൻസ് കൊച്ചിന് വേണ്ടി കേട്ടത്. Hearing about their stories and their e-maps, I wanted to switch. So I switched. And ever since then, the journey has been beautiful. The map has been crazy and insane, talky, anything. Actually, yeah. ഫസ്റ്റിൽ തന്നെ റീമാപ്പ് ചെയ്യുമായിരുന്നോ? So remapping സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ട്, പിന്നെ സ്റ്റേജ് 3 ഉണ്ട്. സോ ഇനീഷ്യലി ഞാൻ ഉൾപ്പ് ചൂസ് ചെയ്തപ്പോൾ സ്റ്റേജ് 1 ചൂസ് ചെയ്തത്. സോ നമ്മൾ ഗിയർ ബോക്സ് ട്യൂൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് എ DSG ഗിയർ ബോക്സ്. It's not a normal gearbox. You would require a DSG tune. That's called the TCU tune. So my car was running on stage 1 plus ECU and stage 2 TCU from Wolf Motor Performance in Kochi. So the car was excellent. The drivability was beautiful and the torque output, everything was on point. I enjoyed the car a lot. You know, it's human nature to get greedy. So എനിക്ക് വേണ്ടി പവർ വേണ്ടി യൂസ് ടു ആയി പോയി. ഇനി എനിക്ക് പവർ ആവശ്യമുണ്ടെന്നൊരു ആലോചന വരുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റേജ് 2 ചെയ്യാനുള്ള പ്ലാൻ പോയി. സ്റ്റേജ് 2 എന്താ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഡൗൺ പൈപ്പ് അവർ ഫിറ്റ് ചെയ്യും. They will do decat. That's just called removing the catalytic converter. So അത് റിമൂവ് ചെയ്ത ശേഷം ഒരു എക്സോസ്റ്റ് ഞാൻ ആഡ് ചെയ്തു. കസ്റ്റമൈഡ് എക്സോസ്റ്റ് മെയ്ഡ് ഓഫ് SS304. So everything was installed. Then the car was a proper stage 2. And ever since then I am enjoying the performance. ഒരു 6 സിലിണ്ടറിൽ കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഒരു 4 സിലിണ്ടർ ഡീസലിൽ കിട്ടുന്നത്. ഒരു പെട്രോൾ ഞാൻ മിസ് ചെയ്തതിന് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. So yeah, that's how the journey is. ബ്രോ അപ്പോൾ ലുക്ക് വൈസ് എന്തൊക്കെയാണ് ഈ വണ്ടിക്കകത്ത് ഇപ്പം? So basically, I haven't invested a lot in my aesthetics exterior. What I've done is dechroming, full black designs, all black designs. Mafia spec ni gotten down. That's in the plan. So that is what I believe, and that's what I want my car also to be. So, but എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ grill full gloss black paint അടിച്ചിട്ടുണ്ടായിരുന്നു. So it is dechromed black. പിന്നെ ഇത് full gloss black paint അടിച്ചിട്ടുണ്ടായിരുന്നു. So the front face is fully dechromed. So these fog lamps are Blopont 80 watts fog lamps. So I've changed them to increase my throw. നമ്മളിപ്പോൾ ഹൈവേസോ നൈറ്റ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ത്രോവും നല്ലൊരു പവർ ഉണ്ടാവും ഈ ഫോഗ് ലാംപ്സിന്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അലോയ് വീൽസ് ആൻഡ് ദീസ് ടയേഴ്സ്. സോ ഇനീഷ്യലി I was running on 16 inches. സ്റ്റോക്ക് വീൽ വന്നിട്ട് 16 inches ആയിരുന്നു. The car was pretty big for 16 inches. So I wanted something big for the car. Not too big, but somewhere in the between. 16 inches seemed a bit odd and 18 inches was my favorite personally. പക്ഷേ ഭയങ്കര റിലയബിലിറ്റി ഇഷ്യൂസ്, പിന്നെ ഭയങ്കര അൺകംഫർട്ടബിൾ റൈഡ് ആൻഡ് ബാക്ക് ടയർ ഡാമേജ്, വീൽസ് ഓൾസോ വിൽ ഗെറ്റ് ഡാമേജ്. സോ 18 inches ഞാൻ സ്കിപ്പ് ചെയ്തു, ആ ഐഡിയ വിട്ടു. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ 17 inches ആയിരുന്നു. അതിൽ 225, 45, 17. That's the best tire size in my experience. I will suggest that to others as well. So I'm running on Lenzo Jagger Java satin black alloys and Michelin PS4 tires, 225, 45, 70. So next you can see all these dechrome stickers. I believe that chrome looks superb on black rather than other colors obviously. So നമ്മൾ ഈ ഡോർ ബീഡിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഫുൾ ഡീക്രോം ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എവറിത്തിങ് ഇസ് ബ്ലാക്ക്. ടിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 5% ആണ് ടിൻറ്റ്.
So ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് like I mentioned earlier, my objective and കുറച്ച് subtle. അത്ര high-fi ഒന്നുമല്ല. Like what do I call it? Basic. So this is called a bootless spoiler. So I've just installed a bootless spoiler on the back just to make sure that it gives a sleeper feeling. And that has worked out pretty well. So എൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ടിയെ സ്ലീപ്പറായിട്ട് കാണിക്കാനാണ്. Not to show everybody that it's tuned or it's not a stock car, it's pretty fast, nothing. ആൾക്കാർക്ക് അറിയാൻ പാടില്ല അത്രേ ഉള്ളൂ. സ്ലീപ്പർ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ലുക്ക് വൈസ് ഒന്നും നോക്കത്തില്ല, ജസ്റ്റ് വണ്ടി റോട്ട് കൊടുക്കുമ്പോൾ മനസ്സിലാവും വണ്ടി എന്താണെന്ന്. കമ്മിങ് ടു ദ ഇന്ത്യ ഇപ്പോൾ ഇതിനകത്തിൽ എങ്ങനെയാണ്? Bro, as you can see, this is a top of the spec variant called Lorne and Clement. They were the founders of Skoda Group. So the Skoda Group has named their top of the spec or top of the line cars as Lorne and Clement cars. So this is an LNK. In company speak, they call it LNK. The LNK variant ആണ്. ഈ സ്കോഡ ഒക്ടേവിൽ കുറേ വേരിയൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് എലഗൻസ്, സ്റ്റൈൽ ഓട്ടോമാറ്റിക്, പിന്നെ സ്റ്റൈൽ മാനുവൽ, പിന്നെ ആംബിഷൻ. ദർ വർ ലോട്ട് ഓഫ് വേരിയൻസ്, ബട്ട് ദിസ് വാസ് ദ ടോപ്പ് ഓഫ് ദ സ്പെക്. സോ നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യും, എന്താണ് അത്ര എക്സ്ട്രാ പേ ചെയ്യാനുള്ള ഈ വണ്ടിയിൽ, ഈ LNK മോഡലിൽ? സോ ആസ് യു ക്യാൻ സി, ദിസ് ഇസ് ദ വെർച്വൽ കോക്പിറ്റ് ഹിയർ, ഡിജിറ്റൽ വെർച്വൽ കോക്പിറ്റ്. ഇറ്റ്സ് വെരി ഇൻഫോർമേറ്റീവ്, കുറച്ച് ഫാൻസിയാണ്, ലൈക്ക് ഇറ്റ് ലുക്സ് വെരി ഗുഡ്. സോ ദർ ആർ ഡിഫറെൻറ്റ് മോഡ്സ് ഇൻ ദിസ്. ദിസ് ഇസ് വൺ മോഡ് where you have the RPM meter as well as the speedometer, and you will have a lot of data here, starting from the distance covered, the duration, and your average speed as well as your fuel economy. Everything is shown here, and your range is also there. Pretty much all the basic things you would require, but in a more fancier manner. So this is another mode. So this is how it looks. According to your preference, you can drive whatever you want, wherever you want, whenever you want. So I prefer this over the other ones. So next would be the Canton 10 speaker system. So these speakers are phenomenal, and they do their duties pretty well, I would say, because I've sat in a normal Octavia. അത്രയ്ക്കും ഒരു സൗണ്ടും ബേസും ക്ലാരിറ്റിയും ക്രിസ്പനും മറ്റേ ഒരു സ്പീക്കേഴ്സും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഐ തിങ്ക് ദിസ് ഇസ് ബൈ ഫാർ ദ ബെസ്റ്റ് സ്പീക്കർ സിസ്റ്റം I have experienced in a while. So next, coming to the ambient lighting, it's a very fancy feature, wouldn't call it a necessity. So background lighting. As you can see, ഇവിടെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. എനിക്കത് മാറ്റി കളിക്കാം അക്കോർഡിംഗ് ടു മൈ പ്രിഫറൻസ്. സോ അതൊരു ഫീച്ചറാണ്. അടുത്ത വന്നിട്ട് ലൈക്ക് യു ഹാവ് ദ പാനോറാമിക് സൺറൂഫ്. So this is it. I mean, a decently sized sunroof for a decently sized sedan, and it's pretty appropriate. അപ്പോൾ ബ്രോ, പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? ഞാൻ ഫസ്റ്റ് മെൻഷൻ ചെയ്ത മാതിരി സ്റ്റേജ് 1 ട്യൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജ് 2ലേക്ക് ഞാൻ മാറി. സ്റ്റേജ് 1 കുറച്ച് ബോറടിച്ചു. അപ്പോൾ സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്സ് മാത്രമല്ല, ഹാർഡ്വെയർ അപ്ഗ്രേഡ്സ് ഉണ്ടാവും. സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ECU tweak ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ് ഈ സ്റ്റേജ് 1 ECU. Stage 2 ECU comes around with a lot of hardware upgrades like the downpipe. So what you do in the DCAT downpipe is that you remove the catalytic converter. So that is one process. Next is I added a custom diesel exhaust. So it sounds a little, better. The car sounds very sporty, So that adds up to the stage 2 quotient of the car. So as a result, I was able to push around 10 to 15 horsepower from stage 1. So if a car makes 210 horsepower on dyno and 510 Nm on torque. So 500 Nm of torque in the sense, you see 530 DM Sport. That's a 6-cylinder car. Our car is a torque. So that's a car is propelling, torque feel. So that's the one thing നമ്മൾ സ്റ്റേജസ് കൂട്ടുമ്പോൾ തന്നെ പവർ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് വണ്ടീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ എക്യുപ്മെൻറ്റ് ആക്സിഡൻ്റ് ഉണ്ടാവും. ഈ സ്റ്റോക്ക് ബ്രേക്സ് വെച്ച് വണ്ടി എത്ര നിൽക്കില്ലാന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. സോ ഐ ഹാഡ് ചേഞ്ച് ദ സ്റ്റോക്ക് ബ്രേക്സ് ഇൻ ടു ആഫ്റ്റർ മാർക്കറ്റ്. ഐ എം റണ്ണിങ് ഓൺ 80 ബ്രേക്ക് പാഡ്സ് ഓൺ ദ കാർ. സോ കാർ ഇസ് റണ്ണിങ് ഓൺ 80 ബ്രേക്ക് പാഡ്സ്. അപ്പോൾ ബ്രേക്ക് ബൈറ്റിങ് കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് ദ ഫോഴ്സ് ഇസ് ബെറ്റർ ആൻഡ് ദ കാർ സ്റ്റോപ്സ് ബെറ്റർ ആൻഡ് ദർ ഇസ് മോർ റെസ്പോൺസ് ആൻഡ് മോർ ബ്രേക്ക് ബൈറ്റ്. 80 ബ്രേക്ക് പാഡ്സ് ഇട്ടുകൊണ്ട് പിന്നെ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്. സോ എയർ ഫിൽറ്റർ ഞാൻ അത്ര വലിയ സജസ്റ്റ് ചെയ്യൂല. അത്ര സ്റ്റോക്ക് ഇങ്ങനത്തെ വണ്ടിയിൽ സ്റ്റോക്ക് എയർ ഫിൽറ്റർ തന്നെ മതി. ഞാൻ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് പെർഫോമൻസിന് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എയർ ഫിൽറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിന് കൂടെ ചാനൽ ഗൈഡ് എന്ന സാധനമുണ്ട്. ചാനൽ ഗൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ ഫ്ലോ വന്ന് ഡയറക്റ്റ്ലി എഞ്ചിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന മാതിരിയാണ് ചാനൽ ഗൈഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് പെർഫോമൻസ് പോയിന്റ് ഓഫ് വ്യൂ എൻ്റെ വണ്ടിയിൽ ചെയ്തത്. സോ വാട്ട് എവർ ഇസ് ദർ ഐ ഹാവ് പുട്ട്. പിന്നെ ടി സി യു എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ട്യൂണാണ്. ഇത് ഡി എസ് സിയിൽ തന്നെ കുറേ വേരിയൻസ് ഉണ്ട്. DQ200, DQ250. DQ200 എന്ന് പറയുമ്പോൾ നിങ്ങളെ പോളോ GT TSI, ഒക്ടേവിയ 1.8 TSI, GTI, പിന്നെ വേർട്ടസ് 1.5 GT, ടൈഗൺ 1.5 GT, വെൻറ്റോ 1.5 TDI, ഇങ്ങനത്തെ കുറേ കാസിൽ DQ200 എന്ന ഗിയർ ബോക്സ് ഉണ്ട്. അതൊരു ഡ്രൈ ക്ലച്ച് ഗിയർ ബോക്സ് ആണ്. അത് 7 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്. ആൻഡ് ദാറ്റ് ഈസ് ലിറ്റിൽ അൺറിലയബിൾ കമ്പാരിറ്റീവ്ലി. സോ ഈ വണ്ടീന് എന്താ അവർ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഡീസൽ വണ്ടി എസ് അവർ DQ250 കൊടുക്കുന്നുണ്ട്. DQ250 is a 6-speed DSG gearbox, which is not dry clutch like the DQ200, but it's a wet clutch. So this gearbox is much more reliable, does not break down. Pinna gearbox nil issue like mechatronic failures onnu varethilla. And this car has inbuilt launch control. Launch control endra nja nammal point A to point B when you're launching, it just pulls away even better with the launch control. When the traction control is turned off, ASR stabilization, everything is turned off. Yeah, so that is all we have. Tried and tested combo of the Volkswagen group. நிறைய கார்ஸ் ഉണ്ട് Volkswagen ലൈനപ്പിലുള്ള ഈ എഞ്ചിൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ Audi A3 ഉണ്ട്, Volkswagen Jetta ഉണ്ട്, Volkswagen Passat ഉണ്ട്, Skoda Superb ഉണ്ട്, Audi A6 ഉണ്ട്, Audi A4 ഉണ്ട്. ഇതൊക്കെ വേറെ വേറെ ട്യൂൺസിലാണ്. So there is higher state of tunes in A4 which comes out to 190 horsepower, in Passat around 177 horsepower, in Superb also 177 horsepower. But this car has got 143 horsepower in stock and 320 Nm of torque. So this is the EA288 engine, or that's codenamed as the EA288 engine because they've introduced these engines to the MQB platform. That's a newer platform. So Jettalk വരുന്ന പ്ലാറ്റ്ഫോമിന്റെ പേര് PQ35 ആയിരുന്നു. ഇപ്പോൾ MQB പ്ലാറ്റ്ഫോമിലാണ് ഈ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ എഞ്ചിനും ഒരേ ഔട്ട്പുട്ട് ആണ്. Jetta will be down around 3 horsepower. Otherwise everything is identical. This engine I believe is very responsive, നല്ല ടോർക്കി, every engine ആണ് സ്റ്റോക്കിൽ. നല്ല എഫിഷ്യൻസി ഉണ്ടായിരിക്കും. സ്റ്റോക്കിൽ അറൌണ്ട് 20, 21, 22 കിലോമീറ്റേഴ്സ് ഇൻ ഹൈവേ, അറൌണ്ട് 10 to 12, 13 കിലോമീറ്റേഴ്സ് സിറ്റിയിൽ ഇട്ടായിരുന്നു ഈ സ്റ്റോക്ക് എഞ്ചിൻ വെച്ചിട്ട്. പിന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട് കുറേ ആൾക്കാർക്ക്, റീമാപ്പ് ചെയ്താൽ മൈലേജ് കുറയോ, റീമാപ്പ് ചെയ്താൽ എന്തെങ്കിലും എഫിഷ്യൻസിന് എന്തെങ്കിലും ബാധിക്കോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബട്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, മൈ റീമാപ്പ് ആൻഡ് എ ലോട്ട് ഓഫ് അതർ പീപ്പിൾ ഐ നോ, ദ റീമാപ്പ് has always increased their fuel economy if they drive sanely. ഡീസൻ്റ്ലി ഓടിച്ചാൽ റീമാപ്പ് മൈലേജ് കൂട്ടും. സോ എനിക്ക് വന്നിട്ട് highways, like there are a lot of instances where I used to get 25 plus on highways, 25 kmpl on highway, and city look at around, if I drive properly, 13, 14. For a 2-liter diesel, I believe it's a stupendous, beautiful, Very decent one. yeah, it's very decent because you're getting, you're not compromising on power. At the same time, you don't have to think about efficiency. Because power കൂടുമെന്നാണ് വിചാരിക്കും, എഫിഷ്യൻസി കുറയും, നീ ഡെയിലി നമ്മൾ ഫ്യൂവലിന് നീ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. എവറിത്തിങ് ഇസ് സെറ്റ് ഇവിടെ. സോ ഐ ഹാവ് ഫൗണ്ട് ദിസ് എഞ്ചിൻ വെരി റിലയബിൾ. ഇതുവരെ എനിക്കൊരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ വാട്ടർ പമ്പ് മാറ്റാനായിരുന്നു, ആ വാട്ടർ പമ്പ് മാറ്റി അത്രേ ഉള്ളൂ. അതൊക്കെ ട്യൂൺ ചെയ്യണം. മുന്നേ ട്യൂൺ ചെയ്തിട്ട് എനിക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. ആ ഒരു മിസ്കോൺസെപ്റ്റ് ആണ് എല്ലാവരും. കുറേ ആൾക്കാർക്ക് മിസ്കൺസെപ്ഷൻ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വണ്ടിയുടെ സ്റ്റോപ്പ് ടെർബോ എത്ര ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതും കൂടെ ആലോചിക്കണം. വെറുതെ ഒരു ട്യൂണറിൻ്റെ അടുത്ത് പോയിട്ട് പ്ലീസ് പുഷ് മൈ കാർ പറഞ്ഞിട്ട് വെറുതെ ഡോണ്ട് endanger your engine and your car, because you have bought it, you know the pain of whatever happens, the aftermath. So find yourself a reliable tuner, ask them for a very good tune, enjoy the tune. That's what I would suggest. There's nothing else to be worried about. ഇത് നോർമൽ ഡ്രൈവ് മോഡിലാണ് ഈ ഒരു പോക്ക് പോകുന്നത്. 4 പേര് വെച്ചിട്ട്. കാരണം ഒരു പെർഫോമൻസ് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഏറ്റവും ഫസ്റ്റ്ലി നമ്മൾ ബ്രേക്സിലും കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടീൻ്റെ ഒരു സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പിന്നെ എന്തെങ്കിലും ആയിപ്പോയാൽ പിന്നെ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. സോ വൺ ഓഫ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്യണം. അതൊരു ആബ്സല്യൂട്ട് മസ്റ്റാണ്. ഞാൻ റിക്കമെൻഡ് ചെയ്യണം. യുവർ ചോയ്സ് ചെയ്യുന്നവർക്ക് റെക്കമെൻഡേഷൻ. പിന്നെ എങ്ങനെയുണ്ട് ഡെയിലി ഡേ യൂസിന് എങ്ങനെയുണ്ടോ? വണ്ടി ഭയങ്കര സുഖമാണ് ഓട്ടാൻ. മേ ബി ഡീസലിൻ്റെ ഒരു സൗണ്ട്, ഈ ക്ലാറ്റർ ഭയങ്കര എവിഡൻ്റ് ആണ്. 2-liter ഡീസൽ ഇസ് ദയർ അണ്ടർ ദ ഹുഡ്. ഡീസലാണെന്ന് പ്രൂവ് ചെയ്യും വണ്ടി. ബിക്കോസ് ആ ഡീസൽ ഈ ക്ലാറ്റർ അതൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും ഇപ്പോൾ എനിക്ക് പ്രശ്നമില്ല. പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റ് വണ്ടി ഇസ് ഗുഡ്, ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ്
that covers up. ഡീസൽ കാർസിനോട് ഒരുമിക്ക ആളുകളും ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ചില ആൾക്കാരുടെ മിസ്കൺസെപ്ഷൻ ആണ്. ഈ മോഡേൺ ഡേ ടർബോ ചാർജ്ഡ് ഡീസൽസിന് അത്ര പഞ്ച് ഇല്ല, പെർഫോമൻസ് ഇല്ല, കേപ്പബിൾ ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് വെരി കേപ്പബിൾ. ഡീസൽസ് ആക്ച്വലി എനിക്ക് പ്ലാൻ ഉണ്ട്, പക്ഷേ റിസോഴ്സസ് ഇല്ല. അത്ര എനിക്ക് ആഗ്രഹമുണ്ട് ഈ പവറിനൊക്കെ, പക്ഷേ റിസോഴ്സസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഒരു സ്റ്റേജിങ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഈ വണ്ടിയിൽ ഇനി ഒരു ബിഗർ ടർബോ നമ്മളിട്ട് ആഡ് ചെയ്താൽ വണ്ടി ഇനി ഭയങ്കര പഞ്ചി, ഭയങ്കര പവർഫുൾ ആവും. ഇപ്പം ഉള്ള സ്റ്റോക്ക് ടർബോയ്ക്കകത്ത് മാക്സിമം പുഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബിഗർ ടർബോ അപ്ഗ്രേഡ് ചെയ്താൽ ഭയങ്കര ഇനിയും നല്ല ടോർക്കും ഇനിയും ഭയങ്കര പവർഫുൾ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ ഡ്രാമ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക കഴിഞ്ഞാൽ മേ ബി അത്ര ഡിഫറൻസ് ഉണ്ടാകാന്ന് മേ ബി യൂസ് തിങ്ക്, ബട്ട് 101% ദർ ബി എ ലോട്ട് ഓഫ് ഡിഫറൻസ്. സ്റ്റേജ് 3 ടർബോ ആണ് എൻ്റെ അടുത്തൊരു പ്ലാൻ. അപ്പോൾ അപ്പോൾ 260 ഹോഴ്സ് പവർ 250 ഹോഴ്സ് പവറിന് വണ്ടി ആവും. അപ്പോൾ വണ്ടി ഭയങ്കര ക്വിക്കായിരിക്കും. ക്വാർട്ടർ മൈൽ 0 to 100 ഒക്കെ ഈ വണ്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 6.5 സെക്കൻഡ്സിൽ 0 to 100 ചെയ്യും. അതൊരു സ്റ്റോക്ക് VRS 230 ഇല്ലേ ഒക്ടേവിയ, അതിനേക്കാളും ക്വിക്കറാണ്. സ്റ്റോക്ക് ഒക്ടേവിയ VRS 230 ക്വിക്കറായിട്ട് 0 to 100 ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ക്വാർട്ടർ മൈൽ ഇസ് ഓൾസോ അറൌണ്ട് 14.7. സോ 14.7 എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് VRSനെക്കാളും ക്വിക്കറാണ്. ഒരു 0.3 0.4 സെക്കൻഡ്സ് ക്വിക്കറായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. സോ നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്റ്റോക്ക് VRSനൊരു പവറും പിന്നെ ഈ എഫിഷ്യൻസിയും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു മനസ്സമാധാനം. ഇപ്പോൾ കാണിച്ചാൽ നമ്മൾ ലോഞ്ച് കൺട്രോളാണ്. ഈ ഗിയർ ബോക്സ് വന്നിട്ട് ഇപ്പോൾ ഡ്രൈവ് മോഡിലുള്ള സ്ലോട്ട് ചെയ്ത് എസ് മോഡിലേക്ക് ആക്കുക. പിന്നെ നമ്മുടെ കാറുണ്ട്, കാർ ഓപ്ഷനിൽ പോയിട്ട് ട്രാക്ഷൻ കൺട്രോൾ ESC സിസ്റ്റം ഓഫ് ചെയ്യുക. ഇപ്പോൾ AC ഓഫ് എല്ലാം ഓഫാണ്. നിങ്ങൾ ഒരു കാല് ബ്രേക്കിന് മേലെ വെച്ചില്ലേ ബ്രേക്ക് പിടിക്കൂ, മറ്റേ കാല് ആക്സിലേറ്റർ വെറുതെ ടാപ്പ് ചെയ്യും. അവിടെ ലോഞ്ച് കൺട്രോൾ പ്രോഗ്രാം ആയിട്ടാണ് കാണിക്കുന്നത്. സോ ലീവ് ദ ബ്രേക്സ് ആൻഡ് ടേക്ക് ഓഫ്. Oh fuck, this is crazy. Banana 500 and torque, ആ ടോർക്ക് will hit you on the face. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു എൻജിന് ഈ ഒരു ഡീസൽ നമ്മളെ 2 ലിറ്റർ TDIനൊക്കെ ഉൾഫ് പെർഫോമൻസ് അടിപൊളിയാണ്. ഞാൻ കുറേ ട്യൂൺ വണ്ടി ഓടിയിട്ടുണ്ട്. ഈ സെയിം എൻജിനിൽ ഞാൻ കുറേ 2 ലിറ്റർ TDI ട്യൂൺ ഉണ്ടായത്. എനിക്ക് ഒന്നും ഉൾഫിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഉൾഫ് നമുക്ക് തരുന്ന ഒരു ഗെയിൻസ്, ഒരു ഔട്ട്പുട്ട് ഗെയിൻസ് ഒക്കെ ഭയങ്കര ജാസ്തിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഔട്ട്പുട്ട് ഗെയിൻസ് ആണ് കണ്ടില്ലേ. സോ ഫ്രം സ്റ്റോക്ക് കാർ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്, ലിറ്ററലി ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ്. ഇതിൽ പാഡൽസ് ഉണ്ട്, വരുന്നുണ്ട്. ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി ടോക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ മതി. അതാണ് ഡൗൺ ഷിഫ്റ്റ്. ആൻഡ് ഈ പെട്രോൾസിൻ്റെ സൗണ്ടും ആ ഫ്രീ റെവിങ്ങും ആ 7000 RPM മേലുള്ള പുള്ളിനെക്കാട്ടി ഇഷ്ടം ഈ ഡാർക്കാണ്. ഇതിലടിയിൽ പോയിട്ട് നമ്മൾ ഫ്ലോർ ചെയ്താൽ ബെറ്റർ ഐഡിയ. ഡീസൽസ് പെട്രോൾസിന് അത്ര അടിപൊളിയായിട്ട് സൗണ്ട് ചെയ്യില്ല, അതൊരു ഫാക്റ്റ് ആണ്. പെട്രോൾ സൗണ്ട്സ് ബെറ്റർ എനി ഡേ. പെട്രോൾ സൗണ്ട്സ് ബെറ്റർ ദാൻ എ ഡീസൽ എനി ഡേ. ബട്ട് ഫോർ എ ഡീസൽ ഐ ബിലീവ് ഇറ്റ് സൗണ്ട്സ് ലൈക്ക് വെരി ഗുഡ്. ആ വിൻഡോ ഒന്ന് കുറച്ച് താത്തി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡീസലിൻ്റെ തെറ്റില്ലാത്ത സൗണ്ടാണ് വിചാരിക്കും. തെറ്റില്ല നല്ല സൗണ്ട് ഉണ്ട്. ബട്ട് ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഈ സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പെട്രോൾ എഞ്ചിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഡീസലിൽ തന്നെ കൊണ്ടുവരുമെന്ന് വിചാരിക്കും. ഇപ്പോൾ കുറേ ഡീസൽ കാർസിന് ഇപ്പോൾ പോപ്സ് ആൻഡ് ബാങ്ക്സ് അങ്ങനെ കുറേ സൗണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ശരി, ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് ഒരിക്കലും ഒരു പെട്രോൾ കാറിൻ്റെ ഒരു ശബ്ദം മാച്ച് ചെയ്യാൻ പറ്റില്ല ഡീസൽ കാർ. ആ ഒരു ഫാക്റ്റാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ബ്രോ, താങ്ക് യു ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്ന, വണ്ടി റിവ്യൂ ചെയ്യാൻ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാൽ. കൂടുതൽ ഇത് കണ്ടോണ്ടിരിക്കുന്നവർ കുറേ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും ഇത്. കാരണം ട്യൂണിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ബ്രോ. അപ്പം താങ്ക് യു ഫ്രം മൈ സൈഡ്. No worries. Pleasure is all mine. ഓക്കെ, അപ്പം ഗൈസ് വി ആർ വൈൻഡിങ് ഓഫ്. സോ ബൈ.